ആറ്റിങ്ങലിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ആറ്റിങ്ങലിലും സമാനമായ രീതിയിലേക്ക് കഴിഞ്ഞ തവണ വിജയിച്ച അടൂർ പ്രകാശ്, ഒരു ഭാഗത്ത് അടൂർ പ്രകാശിനെ വീഴ്ത്തി മണ്ഡലം തിരിച്ചു പിടിക്കാനായി CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന വി ജോയി ഇടതുമുന്നണി അവതരിപ്പിക്കുമ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് NDAയുടെ സ്ഥാനാർത്ഥിയായി അവിടെ കളം പിടിക്കാൻ നിൽക്കുന്നത്. അവിടെയും അത്യന്തം ആവേശോജ്വലമായ മത്സരം തന്നെയാണ് വരുന്നത്. ഏറ്റവും അവസാനത്തെ ആവേശ കാഴ്ചകളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, എത്രത്തോളം ആവേശഭരിതമാണ് അണികൾ? ഇനിയിപ്പോൾ ഇത് 2 മണിക്കൂർ കൂടിയാണ് ശേഷിക്കുന്നത് ഇത്തരം പരസ്യ പ്രചാരണത്തിന്. ശക്തമായ പോരാട്ടമാണ്. പക്ഷേ ആ പോരാട്ടം ചൂട് കൊട്ടിക്കലാശ വേദിയിൽ ഇതുവരെ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അല്പസമയത്തിനകം 3 മുന്നണികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടേക്ക് എത്തിച്ചേരുന്നത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഇവിടെ ആകെ വന്നത് ഇടതുമുന്നണിയുടെ ഒരു പ്രചരണ വാഹനമാണ്, ഒരു വീഡിയോ ബോൾ വി ജോയിയുടെ പ്രചരണ വാഹനമാണിത്. അത് മാത്രമാണ് ഇതുവരെ ഇവിടേക്ക് എത്തിച്ചേർന്നത്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ മാത്രം ഇതുവഴി പോകുന്നു. പക്ഷേ അല്പസമയത്തിനകം ആറ്റിങ്ങൽ കച്ചേരി നട ജംഗ്ഷനാണത്. ഇവിടെ വലിയ കുട്ടിക്കലാശ വേദിയായി മാറുന്നതാണ് വാഹനങ്ങൾ, അനൗൺസ്മെന്റ് വാഹനങ്ങൾ. അപ്പുറത്തേക്ക് ഒരു പ്രവർത്തകരുടെ പങ്കാളിത്തം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. വൈകാതെ പ്രവർത്തകർ എത്തുമ്പോൾ തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വളരെ എല്ലാ വലിയ രീതിയിൽ കുട്ടിക്കലാശം ആഘോഷമാക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആറ്റിങ്ങൽ. തിരുവനന്തപുരത്ത് പേരുക്കട കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രചരണം, ശക്തമായ പ്രചരണം ഉണ്ടാകുന്ന, കുട്ടിക്കലാശം ഉണ്ടാകുന്ന വേദി കൂടിയാണ്. പക്ഷേ ഇതുവരെ ഇവിടെ ഇപ്പോൾ അത്തരം ഒരു കാഴ്ചകൾ കാണാനില്ല. വൈകാതെ വരും മണിക്കൂറുകളിൽ, വരും മിനിറ്റുകളിൽ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതിശക്തമായ ത്രികോണ പോരാട്ടമാണ് ആറ്റിങ്ങൽ നടക്കുന്നത്. അവസാന ദിവസങ്ങൾ ആ പോരാട്ടം ഒന്നുകൂടി ശക്തമായി എന്നാണ് വേണം ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാനുള്ള. സ്ഥാനാർത്ഥികളെ സംസാരിക്കുമ്പോൾ, അവരുടെ പ്രചരണത്തിൽ നേതൃത്വം സംസാരിക്കുമ്പോഴൊക്കെ നിന്നിട്ട് ക്യാമറ ആരാണ്? ക്യാമറ ഏതോ വലിയ കെട്ടിടത്തിന്റെ മുകളിലാണെന്ന് തോന്നുന്നല്ലോ. അരുൺ പാലോടാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അരുൺ പാലോട് നമുക്ക് ഈ സെക്ഷൻ ഏറ്റവും എതിർവശത്തുള്ള ഒരു പ്രധാന പോയിന്റാണ്. ഇവിടെ നിന്നാണ്, എൻ്റെ പുറകു ഭാഗത്തു നിന്നാണ് പ്രചരണം കടന്നു വരിക. സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ ആ ഭാഗത്ത് കൊല്ലത്ത് നിന്ന് ആറ്റിങ്ങലിലേക്ക് വരുന്ന ആ ഭാഗത്ത് നിന്ന് കടന്നു വരും. എൻ്റെ ഇടതുവശത്ത് നിന്ന് BJP-യുടെ ഈ ഭാഗത്ത് നിന്ന് പ്രചരണ വാഹനങ്ങളും അല്പസമയം സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ കടന്നു വരും. സ്ഥാനാർത്ഥികളെല്ലാം കുട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ്. അവസാനവട്ട തയ്യാറെടുപ്പുകളുണ്ടായിരുന്നു. ഇന്ന് വർക്കല, ചിറയൻകീഴ് ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. വി ജോയ് രാവിലെ ബോണക്കാട് എസ്റ്റേറ്റ് തൊഴിലാളികളെ കാണാൻ ആ മേഖലയിലെ 500ഓളം വോട്ടുകൾ ആ മേഖലയിലുണ്ട്. അതുപോലെ അവസാന നിമിഷം വിട്ടുപോകാൻ വി ജോയ് അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. അടൂർ പ്രകാശ് ACC അധ്യക്ഷൻ ഖാർഗെയുടെ, മല്ലികാർജുൻ ഖാർഗെയുടെ വാർത്താ സമ്മേളനം, പിന്നീട് തിരുവനന്തപുരത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ വോട്ട് ആരോപണം വീണ്ടും ഉന്നയിച്ചു. 64 വോട്ടുകൾ ഉണ്ട് എന്ന ആരോപണം ശക്തമായി തന്നെ ഇന്നും ഉന്നയിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിക്കളഞ്ഞ ആരോപണമാണ്. തൃശ്ശൂരിന് ശേഷം മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞ ആരോപണമാണ്, വിവരമാണ്. വീണ്ടും അത് ഇന്ന് ഉന്നയിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. അതിശക്തമായ പോരാട്ടം. ഓരോ നിമിഷവും ഇങ്ങനെ ഏതെല്ലാം ആയുധങ്ങൾ എടുത്ത് ഉപയോഗിക്കാമെന്നതിൽ ഗവേഷണം നടത്തുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ സ്ഥാനാർത്ഥി രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾ ഈ അവസാന മണിക്കൂറിലും അവസാനിക്കുന്നില്ല. പ്രവർത്തകരെ പരമാവധി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആവേശത്തോടുകൂടി തന്നെ വരട്ടെ.